ഏത് നേരത്തായി ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുടിഞ്ഞു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കില്ല. നീ എപ്പോഴാ ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം. ഉണ്ണിയേട്ടന്റെ ഗായത്രി, ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഈശ്വര, നമ്മുടെ രക്ഷ കരുതിയായിരിക്കും ഗായത്രി അപ്പൊ അങ്ങനെ. സുന്ദര, ഇനി നമ്മുടെ രക്ഷയില്ല, അവളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ലക്ഷ്യം. എന്താ എന്താ சார் சும்மா வந்து கலாட்ட பண்றாங்க சார். ஒண்ணும் இல்ல சாமி, நான் இப்படியா டீசெண்டா வாக் பண்ணிட்டு இருக்கும் போது இவ வந்து என்ன பார்த்து வழி மாறா ഞൊണ്ടിന്ന് കൂപ്പിട്ടിருக்காப்ல. എടോ പാണ്ടി, തന്നെ ഞൊണ്ടിന്ന് അല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാനാ? என்னடா சொன்னே? എന്റെ അപ്പൻ ചത്തുനിന്ന്. நீ எனக்கு பணம் தர வேண்டி வா, உனக்கு வாய்ஸ் கிடையாது. അല്ല മുതലാളിയുടെ വെള്ളമടിച്ച് വീണത്. மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. മിനിസ്റ്റർ വീട്ടുക്കാ? ஆமா சார். என்ன மினிஸ்டர் வீட்டுக்கு ஃபர்னிச்சர் உள்ள எடுத்து போடு. ஆமா, இந்த மூஞ்சியை நான் எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். സാർ ഫർണിച്ചർ ഉള്ളിൽ പോകണം. சரி சரி, ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. என்னம்மா இதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தனும் போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണ, என்ன ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. காயத்ரி ரம்மா, அது பூசா. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. சார் டீ. ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് எனக்கு സംസാരിക്കാം. சாய வேண்டாம், பிரி. എന്ന് നമുക്ക് പിരിയാം. പോ, പോ. തലയില്ലാത്ത മനുഷ്യനാ. എടോ പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ, என்னையா அது? யார் யாவ? அவ்வளவுதான். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ? ഇങ്ങനെ പൊറോട്ട അടിക്കണം. മാറിക്കടാ, മാറിക്കട. என்னங்க இது? സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ஃபிங்கர் சிப்ஸ் ரெடியா? ഫിംഗർ ചിപ്സാ? ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്. ഈശ്വര, சார் காப்பாத்துங்க சார். കള്ളു കുടിച്ച് നടക്ക മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയത് നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി, എടാ നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാണ്.
அறிவு கட்ட முண்டம் பாத்து பண்ணு. என்ன சம்பந்தம்? டேய் அறிவிட்ட முண்டோம் எங்கடா பாத்து போற? எடுத்துறியாடா ராஸ்கல். முதல்ல நான் தான் மூசி. ഇതിനിടയിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണോടാ തെണ്ടി. പോടാ ഇവിടെ. முதலாளி அங்க கூட்டிட்டு பாரு. ഊട്ടിക്ക് உள்ள வா. അവന്റെ അപ്പനുണ്ട്. അവിടെ ഇരുന്നോ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த ഫർണിച്ചർ പാർട്ടി ഉള്ള പോണതാക്കും. ഇതുവരെ കാണില്ലേ? ഇവന്മാരെ എവിടെ പോയി കിടക്ക്? ஏய் இங்க என்ன பண்ணிட்டு இருக்க? ഒന്നുമില്ല സാർ, ഞാൻ அப்படியே വണ്ടി നിന്ന്. செக்யூரிட்டி எல்லாம் கீழ இருக்கணும். ശരി സാർ. ஓ സെക്യൂരിറ്റി പിന്നെ കീഴിലാണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും. നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ? ഇത് പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ. എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. നീയും കള്ളുപിടിച്ചിട്ടുണ്ടല്ലേ? അല്ല, ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ. ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. മദ്യകുട്ടി അവരുടെ അല്ല, അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരുമില്ലേ ഇവിടെ? അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. ஏய் என்ன? ഗ്യാസാ? கேஸ் எல்லாம் கீழ. ஆ. மேல வர கூடாது. ഇല്ല സാർ. என்னது? ப்ளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார். കിടച്ചാച്ചി കിടച്ചാച്ചി, എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. ആ കിട്ടിപ്പോയി. நீங்க எனக்கு கடவுள் மாதிரி. இனியும் பிளஸ் பண்ணுங்க சார். போடா. என்னங்க இது? മകനെ, 3 തിരുട്ട് മൂഞ്ചിയുള്ളവന്മാര് ഇന്ത പക്കം പോണത് പാത്തിയാ. എந்த பக்கம் போனான்? ஓஹோ, இந்த போலீஸ் தொப்பி நீ தலைய வச்சுக்கோன்னா. ஹலோ. ஓகே. ப்ளஸ் பண்ணுங்க சார். போடா. டிஸ்மிஸ் ஹிம். ഡിസ്മിസിലായോ? അപ്പൊ മാനവും പോച്ച്, ജോലിയും പോച്ച്, എല്ലാം പോച്ച്. അയ്യോ. பாண்டி அலமாரிட்டு குலுக்கல சார், நாங்க புறப்படுறோம். பொண்ணு இங்க காணோம். காயத்ரி கூப்பிடு. மாப்பிள்ளை வீட்டுக்காரங்க புறப்படுறாங்க. ஏய் என்னது? வை வை வை
இந்த பழைய அலமாரி பொறுத்து கலையா சொல்லியாச்சு. என்னது? இந்த பழைய சாமானத்தை வெளியே போட சொல்லி இருக்குது அந்த அம்மா. எந்த அம்மா? கொச்சம்மா. കുഞ്ഞമ്മ. சின்னம்மா. என் பொண்ணா? ഉണ്ണിപ്പെണ്ണ്. உங்க பொண்ணு. ഉണ്ണിപ്പെണ്ണ്. உங்க பொண்ணுங்க. என் பொண்ணுதான் சொன்னாலா? ஆமாங்க. அப்ப எடுத்துட்டு போ. காயத்ரி. உள்ளே இருக்குது. என்னது? உள்ளே? வீட்டுக்கு உள்ளில் இருக்க. பிடி பிடி பிடி. அப்ப போட்டோ கிருஷ்ணா ராதா ஸ்டாச்சு மாதிரி. ചുമ്മാ ഇല്ലടാ. എം.ആർ. രാധ എം.എൻ. നമ്പ്യാർ ശില്പം. டேய் விடுடா. ஐயா எம்ஜிஆர் ஜெயலலிதா படுங்க. போதுமா? சாத்திட்டீங்களா? டேய் மூடுடா. மூடி எடுத்தோ. நீ இന്ന് പോയടാ. തോക്ക് തോക്ക്. ഇല്ല, ഞാൻ തോക്കില്ല. അയ്യോ തോക്ക്. ഈ തോക്ക ആരും അനങ്ങരുത്, കൊല്ലും ഞാൻ. എന്റെ നേരെ ചൂണ്ട, എന്റെ നേരെ ചൂണ്ട. ആരും അനങ്ങരുത്, ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലും ഞാൻ ഇവളെ. அப்பா என்ன இவர் கூட விட்டுடப்பா, இல்லன்னா இவர் என்ன சுட்டுடுவப்பா. കേട്ടാ? മൂവില്ല, അമൃതാഞ്ജനം മതിയാ. അയ്യോ, വരരുത്, എന്നെ വെറുതെ ഒരു കൊലപാതകയാക്കരുത്, കൊല്ലും ഞാൻ ഇവളെ. சுடுறா சுடுறா சுடுறா. இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோம், ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதுல நான் உன்னை சேர்த்தனே. ஏன்? நீ நல்லா வரணுங்கிறதுக்காக தான். இந்த ஊர்ல பல காலேஜ் இருந்தோம், உன்னை நம்பர் 1 காலேஜ்ல சேர்த்தனே. ஏன்? நீ நல்லா வளரணும்ன்றதுக்காக தான். உன்னை கட்டிக்கிறதுக்கு எத்தனை மாப்பிள்ளை இருந்தோம், நான் தேடி கண்டுபிடிச்சு ஏன் இந்த மாப்பிள்ளை கொண்டு வந்தேன்? நீ நல்லா வாழணும்ன்றதுக்காக தான். அப்படி இருக்கும்போது எப்படி இதெல்லாம் சொல்லு. വേണ്ട സാർ, ഇനി അവളൊന്നും ചെയ്യരുത്. എൻ്റെ ബസ്സിൽ ആദ്യം വന്ന് കയറിയപ്പോൾ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ. സ്നേഹിച്ചു പോയി. മിനിസ്റ്ററുടെ മകളാന്ന് പറഞ്ഞപ്പോൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ, പറ്റിയില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത്. മനഃപൂർവ്വം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവളെങ്കിലും നേടണമെന്ന് തോന്നി. എൻ്റെ ഒരു സ്വാർത്ഥത. ഗായത്രി സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഇപ്പൊ ഞാൻ കാരണം എനിക്കൊന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. വന്നതും ചെയ്തതൊക്കെ തെറ്റ്. ഞാൻ പോക്കോളാം. அப்படி போனா எப்படிடா? இங்க இருந்து இறங்கி ஊரெல்லாம் சுத்தி நின்ற கூட கழிஞ்ச இவள் கெட்டு போனவள் எனக்கு நல்லா தெரியும். அது தெரிஞ்ச இவளை கல்யாணம் பண்ணலாம் நினைச்சது எதுக்கு தெரியுமா? எனக்கு எங்க அப்பாவுக்கும் பெரிய பெரிய ஆசைகள் இருக்கு, அது நிறைவேற்றுறதுக்கு. அதெல்லாம் ஒரே நிமிஷத்துல கெடுத்துலாம் நினைச்சியா? ഉണ്ണി, എന്നെ വിടടാ. அப்பா அவரை விட்டுட சொல்லப்பா. വിടുകടാ. நீங்களும் சொல்லுங்க, அவங்களை விட்டுட சொல்லுங்க. கரெக்ட் தானே? உன்னை கட்டிக்க போறவன் அவனுக்கு ஃபீலிங்ஸ் இருக்காதா? പൊറോട്ട അടിക്കണ
സാറ് നിൽക്കുമ്പോ ഗായത്രി കുട്ടിയെ തല്ലി, അതുകൊണ്ടാ. ക്ഷമിക്കണം. அப்பா அவர் போறாருப்பா, என்ன விட்டுடப்பா, நான் அவர் கூட போறேன். ப்ளீஸ் அப்பா, என்ன விட்டுடப்பா. அப்பா உன்னிட்டா அப்பா, ப்ளீஸ் பா, நான் அவர் கூட போறேன்ப்பா. அப்பா அவர் போறாருப்பா. அப்பா ப்ளீஸ் என்ன விட்டுடுங்க, நான் அவர் கூட போறேன்ப்பா. ப்ளீஸ் என்ன விட்டுடுங்கப்பா, நான் போறேன். அப்பா, என்ன விட்டுடுங்கப்பா. எனக்கு என்ன விட்டுடுங்க. அப்பா, அப்பா, அப்பா அவர் போயிட்டாருப்பா. அவர் போயிட்டாருப்பா. அப்பா, அப்பா அவர் போயிட்டாரு. நீ நல்லா வரணும். എലി നിനക്ക് സന്തോഷമായല്ലേ? ഞങ്ങൾക്ക് സന്തോഷമായടാ.